നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനി IRGC ഭീകര സംഘടന. ഇറാന്റെ സേനാ വിഭാഗമാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്നറിയുന്ന IRGC കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അമേരിക്കയുമായിട്ടുള്ള വലിയ പോരാട്ടത്തിലാണ്. IRGCക്ക് കനത്ത ആൾനാശം ഈ യുദ്ധത്തിൽ ഉണ്ടായി എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ IRGCയാണ് ഇപ്പോൾ ബ്രിട്ടൻ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബ്രിട്ടന്റെ ദേശസുരക്ഷയ്ക്ക് ഭീഷണിയായി മാറുന്ന സംഘടനയാണ് ഇറാന്റെ സൈന്യമെന്നും അതുകൊണ്ട് തന്നെ ഇറാൻ സൈന്യത്തിന് ബ്രിട്ടനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള സഹായങ്ങളോ ചെയ്തു കൊടുക്കുകയോ ഇറാൻ സൈന്യത്തെ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നവർക്ക് 14 വർഷം വരെ രാജ്യത്ത് തടവ് ശിക്ഷ വരെ ലഭിച്ചേക്കാം എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. ഭീകര പട്ടികയിലേക്ക് IRGCയെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. IRGC ദേശസുരക്ഷയ്ക്ക് ഭീഷണിയാണ്. അതോടൊപ്പം തന്നെ രാജ്യത്ത് നടക്കുന്ന യഹൂദ വിരുദ്ധ ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. IMCR എന്ന് പറയുന്ന മറ്റൊരു സംഘടന, അതോടൊപ്പം തന്നെ റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന റഷ്യൻ ഫെഡറേഷൻ വോളണ്ടിയർ കോർ എന്ന് പറയുന്ന രണ്ട് സംഘടനകളെയും IRGCക്കൊപ്പം ബ്രിട്ടൻ ഇപ്പോൾ ഭീകര സംഘടനകളുടെ പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തിൻ്റെ ദേശ സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടുള്ള ഭീകര സംഘടനകളെയാണ് ഇങ്ങനെ ബ്രിട്ടൻ ഈ ഭീകര പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പമാണ് മറ്റൊരു രാജ്യത്തിൻ്റെ സൈനിക വിഭാഗമായ ഇറാന്റെ സൈനിക വിഭാഗമായ IRGCയും ഈ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിൻ്റെ സൂചനയാണ്. അതായത് രണ്ടാം ഘട്ട ആക്രമണങ്ങൾ അമേരിക്ക ഇറാനിൽ നടത്തുകയാണ്. അതിശക്തമായ ആക്രമണങ്ങളാണ് വെടിനിർത്തലിന് ശേഷം അമേരിക്ക ഇറാനിൽ നടത്തുന്നത്. ഈ ചർച്ചയ്ക്ക് വരികയും ഇരുമേശയ്ക്കും ഇരുന്ന് ചർച്ച പുരോഗമിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തി. മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാനുള്ള ശ്രമവും നടത്തി. ഇത് രണ്ടുമാണ് അമേരിക്കയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും 2 UAE കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും ഇന്ത്യൻ നാവികൻ മരിക്കുകയും ചെയ്ത സംഭവമുണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടന്ന സാഹചര്യത്തിലാണ് അമേരിക്ക രണ്ടാം ഘട്ട ആക്രമണങ്ങൾ നടത്തുന്നത്. രണ്ടാം ഘട്ട ആക്രമണങ്ങൾ കനത്ത ആക്രമണങ്ങളാണ് നടത്തുന്നത്. ഇറാൻ സൈന്യത്തിന് നേരെയും സൈനിക താവളത്തിന് നേരെയും, അതായത് ഇറാന്റെ ഡ്രോൺ ശേഖരണം നടത്തുന്ന കേന്ദ്രങ്ങൾ, അതോടൊപ്പം തന്നെ റഡാർ കേന്ദ്രങ്ങൾ, അതോടൊപ്പം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഇതെല്ലാം തകർത്തുകൊണ്ട് അമേരിക്ക ശക്തമായ ആക്രമണം തന്നെയാണ് ഇറാനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാന്റെ തോൽവി ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു എന്ന് തന്നെ UK ഈ തീരുമാനത്തിൽ നിന്നും വ്യക്തമാണ്. ഉടൻ തന്നെ ഇറാൻ കീഴടങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇറാനെ തോൽപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സം എന്ന് പറയുന്നത് IRGC ആണ്. ഇറാൻ ഭരണകൂടം തോറ്റാലും IRGCയുടെ ലക്ഷക്കണക്കിന് സേനാംഗങ്ങൾ ഇനിയും ഉണ്ടാവും. അവർ സംഘടിക്കാനും ലോകത്തിന് തന്നെ ഭീഷണിയായിട്ടുള്ള ഭീകര സംഘടനയായി മാറാനുമുള്ള സാധ്യതയുണ്ട്. ഈ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ബ്രിട്ടൻ IRGCയെ നേരത്തെ തന്നെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. IRGCയെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയതോടുകൂടി IRGCക്ക് സഹായങ്ങൾ നൽകാനോ IRGCയെ പിന്തുണയ്ക്കാനോ ഒരു കാരണവശാലും ഇനി ബ്രിട്ടന് സാധിക്കുകയില്ല. IRGCയും അതുപോലെ തന്നെ മറ്റു പല സംഘടനകളും ബ്രിട്ടൻ്റെ ഭീകര സംഘടനയിൽ പെടുന്നു. അതിൽ IRGCയുടെ ഉൾപ്പെടുത്തൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം IRGC കഴിഞ്ഞ കുറേ നാളുകളായി അമേരിക്കയെയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും പ്രതിരോധിച്ചു നിൽക്കുന്ന ഒരു സൈനിക വിഭാഗമാണ്. ഇറാന്റെ ആണവായുധങ്ങൾ കൈക്കലാക്കുക, ഹോർമൂസ് കടലിടുക്ക് പിടിച്ചെടുക്കുക, ഈ 2 ഉദ്ദേശങ്ങളാണ് ഇപ്പോൾ അമേരിക്കയ്ക്കുള്ളത്. അതുകൊണ്ട് ഈ ഇറാന്റെ ആണവായുധങ്ങളടക്കം IRGC കനത്ത സുരക്ഷ നൽകി സംരക്ഷിക്കുകയാണ്. എന്നാൽ രണ്ടാം ഘട്ട ആക്രമണത്തിൽ IRGCക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും അമേരിക്ക പൂർണ്ണമായും ഇറാനെ കീഴടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുമാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ IRGC വിഘടിക്കുകയും ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ഇവർ കുടിയേറപ്പെടാനുമൊക്കെയുള്ള സാധ്യതയുണ്ട്. എന്നാലും ഇവർ ഭീകര സംഘടനയായി ഇറാൻ പോലെയുള്ള രാജ്യത്ത് പ്രവർത്തിക്കാനുള്ള സാധ്യതയാണ് ഏറെ കാണുന്നത്. അങ്ങനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അത് ദോഷകരമായ സുരക്ഷാ ഭീഷണിയായി മാറുകയും ചെയ്യും. ബ്രിട്ടൻ ഇപ്പോൾ IRGC അടക്കമുള്ള 2-3 ഭീകര സംഘടനകൾ, അല്ലെങ്കിൽ 2-3 സംഘടനകളെ ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ വലിയ സംഘർഷം നടക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രഖ്യാപനം.